ഭാഗ്യപ്പെട്ട കാവൽക്കാരൻ. സ്വർഗം വിശ്വസിച്ചേൽപ്പിച്ച സ്വപ്നത്തെ വിശ്വസ്തയോടെ കാത്തുപരിപാലിച്ച വളർത്തുപിതാവ്. ഭാഗ്യപ്പെട്ട ഔസേപിതാവിൻ്റെ ഈ കരങ്ങളിൽ തങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ച് സ്വസ്ഥരാകുന്ന കുറേ മനുഷ്യരുടെ ഒരു നാടുണ്ട്. മകരമഞ്ഞിൽ മാമ്പു കൊഴിയാതെ കാക്കാനും വിളസമൃദ്ധിക്കായും പുണ്യാള എന്ന് നൊന്ത് വിളിക്കുന്നവരുടെ നാട്. കുഞ്ഞുങ്ങളുടെ ബാലാരിഷ്ടതകളിൽ ഔഷധമായി നാവുകളിൽ ഇറ്റുവീഴുന്നത് വിശുദ്ധൻ്റെ മുന്നിലെരിയുന്ന കെടാവിളക്കിലെ എണ്ണ. ഗർഭവതികൾ ശരണപ്പെടുന്നതാവട്ടെ മറിയത്തിൻ്റെ ഉദരഫലത്തെ കാത്ത ബലിഷ്ഠമായ ആ കരങ്ങളിലും. ശുദ്ധതയിൽ വളരാൻ കന്യാവ്രതക്കാരുടെ കാവൽക്കാര എന്ന ജപം ആൺ പെൺ വ്യത്യാസമില്ലാതെ ചൊല്ലി ഉറങ്ങണമെന്ന് കൊച്ചുമക്കളോട് ശാഠ്യം പിടിക്കുന്ന അമ്മാമ്മമാർ. പുണ്യാളൻ്റെ രൂപക്കൂടിന് മുന്നിലെ അപേക്ഷപ്പെട്ടി, തൊഴിൽ തേടുന്നവരുടെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചും ജീവിത പങ്കാളിക്കായുള്ള മാട്രിമോണിയുമാകുന്ന നാട്. ദാമ്പത്യത്തിലെ നീറുന്ന പ്രശ്നങ്ങളിൽ പെട്ടുപോയവർ തിരുക്കുടുംബത്തിന് മധ്യസ്ഥനെ എന്ന് ഉള്ളൊരുകി വിളിക്കുമ്പോൾ ജീവിത നിയോഗം പൂർത്തിയാക്കി മടങ്ങാനായി ഒരുങ്ങുന്നവർക്ക് ഔസേപിതാവ് നൽമരണദാതാവാണ്. ആ മണ്ണിൽ ജനിക്കാനായത് എൻ്റെയും പുണ്യം. പുണ്യാള എന്ന് വിളിച്ചപ്പോഴൊക്കെ ലഭിച്ച മറുപടികൾക്ക് നന്ദിയായി ഒരു തളിക പാച്ചോറുമായി രൂപക്കൂടിന് മുൻപിൽ പലവട്ടം നിറകണ്ണുകളോടെ ഞാനും നിന്നിട്ടുണ്ട്. അതിനാലാവാം സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെ കടന്നുപോകുന്ന ഈ കാലത്തെ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധന് സമർപ്പിച്ചപ്പോൾ മനസ്സിന് വലിയ സുരക്ഷിതത്വം ലഭിച്ചത്. വേദപുസ്തകത്തിലെ ജോസഫ്. അപ്രമാണിക ഗ്രന്ഥങ്ങളായ വിശുദ്ധ തോമസിൻ്റെയും വിശുദ്ധ യാക്കോബിൻ്റെയും സുവിശേഷങ്ങളിൽ യൗസേപിതാവിൻ്റെ വിവാഹപ്രായത്തെയും മറിയവുമായുള്ള വിവാഹ നിശ്ചയത്തിന് ദൈവം നൽകിയ അടയാളത്തെക്കുറിച്ചുമെല്ലാം ധാരാളം വ്യക്തിവിശേഷണങ്ങൾ നമുക്ക് കാണാം. എന്നാൽ ദൈവപുത്രനായ ഈശോയെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുക എന്ന ലക്ഷ്യമുള്ളതുകൊണ്ടാവാം വേദപുസ്തകത്തിൽ മത്തായി, ലൂക്കാ സുവിശേഷങ്ങളുടെ ആദ്യ അധ്യായങ്ങളിൽ മാത്രമാണ് യൗസേപിതാവെന്ന ജോസഫിനെ നമുക്ക് കാണാനാവുന്നത്. ദാവീദിൻ്റെ ഗോത്രപരമ്പരയിൽപ്പെട്ട ജോസഫിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട വധുവായിരുന്നു മറിയം എന്നാണ് ചരിത്രം ആരംഭിക്കുന്നത്. മാനുഷികമായ ആശങ്കകൾ ഉയർന്ന നേരത്ത് മാനുഷികമായ തീരുമാനം നടപ്പാക്കുന്നതിന് മുൻപ് ജോസഫ് ഉറങ്ങി എന്ന് വചനം പറയുന്നു. ദൈവിക വെളിപ്പെടുത്തലുകളെ തിരിച്ചറിയാൻ തക്ക ആഴം മനസ്സിനുണ്ടായത് കൊണ്ടാവാം സ്വസ്ഥമായി ഉറങ്ങാൻ ജോസഫിനായത്. ഉറക്കത്തിൽ ദൈവദൂതൻ ദൈവിക പദ്ധതിയെക്കുറിച്ച് ജോസഫിന് നിർദ്ദേശം നൽകുന്നു. വെളിപ്പെട്ട് കിട്ടിയ ദൈവിക നിയോഗത്തെ എളിമയോടും വിശ്വാസത്തോടും കൂടി സ്വീകരിച്ച ജോസഫിനെ നീതിമാൻ എന്നാണ് വചനം വാഴ്ത്തുന്നത്. സ്വന്തം തീരുമാനത്തിനപ്പുറം ദൈവേഷ്ടം നിറവേറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ചാർത്തിക്കിട്ടുന്ന വാഴ്ത്താണിത്. അക്ഷരാർത്ഥത്തിൽ രക്ഷാകര ദൗത്യത്തിൽ ദൈവീകഹിതം മാത്രം നടപ്പാക്കിയ ഭൂമിയിലെ കാവൽക്കാരൻ. സ്വർഗം നിയോഗിച്ച ഈ പരിപാലകൻ തിരുക്കുടുംബത്തെയും കൊണ്ട് നടത്തിയ ദീർഘമായ പലായനങ്ങളും കഷ്ടതകളും നമുക്ക് വേദപുസ്തകത്തിൽ പിന്നീട് കാണാം. ഈ ദുരിതങ്ങൾക്കിടയിലും നിലവിലുള്ള അനുഷ്ഠാനങ്ങളെല്ലാം നിഷ്ഠയോടെ നിർവഹിച്ച് ഈശോയെ വളർത്തിയെന്നും തുടർന്ന് നമ്മൾ വായിക്കുന്നു. ഈശോയുടെ വളർച്ചയിലും വ്യക്തിത്വത്തിലും യൗസേപിതാവിനുണ്ടായ സ്വാധീനമാണ് പരസ്യ ജീവിതകാലത്ത് അവനെ കേട്ടിരുന്ന മനുഷ്യർ തച്ചച്ചെറുക്കനല്ലേ ഇവൻ എന്ന് ആശ്ചര്യപ്പെടുന്നതിലൂടെ തെളിയുന്നത്. യൗസേപിതാവ് സഭാചരിത്രത്തിൽ. യൗസേപിതാവിനോടുള്ള വണക്കം സഭയുടെ ആദ്യ കാലഘട്ടം മുതൽ ഉണ്ടായിരുന്നു. 1630 ജൂസഫ് ഡി റിബേറെ എന്ന ചിത്രകാരനാണ് തിരുക്കുടുംബത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് യൗസേപിതാവിനെ ചിത്രീകരിച്ചു ചേർത്തത്. 1870 കത്തോലിക്ക സഭയ്ക്ക് വലിയ പ്രതിസന്ധികളുടെ വർഷമായിരുന്നു. ഒന്നാം വത്തിക്കാൻ കൗൺസിൽ പോലും നിർത്തിവെക്കേണ്ട അത്രയും അതിസങ്കീർണമായ പ്രശ്നങ്ങൾ തിരുസഭയിൽ കൊടുമ്പിരി കൊണ്ട വർഷം. പരിഹരിക്കപ്പെടാനാവാത്ത ഈ പ്രശ്നങ്ങളിൽ നിന്ന് സഭയെ സംരക്ഷിക്കാനായി ഒന്നാം പിയൂസ് പാപ്പയാണ് തിരുസഭയുടെ മധ്യസ്ഥനായി വിശുദ്ധ യൗസേപിതാവിനെ പ്രഖ്യാപിച്ചത്. തിരുക്കുടുംബത്തെ മരണകരമായ അപകടങ്ങളിൽ നിന്ന് കാത്തുപാലിച്ച വളർത്തുപിതാവ് അബദ്ധത്തിൻ്റെ കരങ്ങളിൽ നിന്ന് തിരുസഭയെയും സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ പിതാവ് ഉറച്ചു വിശ്വസിച്ചു. ആ വിശ്വാസം ഫലമണിഞ്ഞു.
പിന്നീട് സഭയിൽ സമാധാന അന്തരീക്ഷവും വിശ്വാസ തീഷ്ണതയും വർദ്ധിച്ചു എന്ന് ചരിത്രം സുവർണ ലിപികളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു സാക്ഷ്യം വാർത്തകളിൽ നിറഞ്ഞത് 2015 മനിലയിലെ ലോക കുടുംബ സമ്മേളന വേദിയിൽ ഫ്രാൻസിസ് പാപ്പ പ്രശ്നപരിഹാരത്തിനായി സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കുന്ന ഒരു രഹസ്യം ലോകത്തോട് വെളിപ്പെടുത്തി. പാപ്പയുടെ മുറിയിൽ യൗസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന ഒരു രൂപമുണ്ടത്രേ. മാനുഷിക ബുദ്ധിയാൽ പരിഹരിക്കപ്പെടാനാവാത്ത പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ അവയെല്ലാം ഒരു കടലാസിലെഴുതി രാത്രിയിൽ ഈ രൂപത്തിൻ്റെ തലയിണയ്ക്കടിയിൽ പാപ്പ സമർപ്പിക്കും. നേരം വെളുക്കുമ്പോഴേക്കും പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരമാർഗം മനസ്സിൽ തെളിയുകയും ചെയ്യും. പരിശുദ്ധ പിതാവിൻ്റെ ഈ സാക്ഷ്യം ലോകം വലിയ വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ഉറങ്ങുന്ന യൗസേപ്പിതാവിൻ്റെ രൂപം നമ്മുടെ വീടുകളിലെ രൂപക്കൂടുകളിലും അങ്ങനെ സ്ഥാനം പിടിച്ചു. 2020 9 പിയൂസ് പാപ്പ വിശുദ്ധനെ തിരുസഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചതിൻ്റെ 150 വാർഷിക വർഷമായിരുന്നു. തുടർന്നു വന്ന നടപ്പ് വർഷത്തെ യൗസേപ്പിതാവിൻ്റെ പരിപാലനത്തിനായി സമർപ്പിക്കപ്പെട്ടത് ദൈവിക പദ്ധതിയുടെ ഭാഗം തന്നെയായിരിക്കാം. 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെയായിരുന്നു ആ കാലയളവ്. ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെ എന്ന അപ്പോസ്തോലിക ലേഖനത്തിലൂടെ ആയിരുന്നു പ്രത്യാശയുടെ ഈ പ്രഖ്യാപനം ലോകത്തെ പാപ്പ അറിയിച്ചത്. വിശുദ്ധൻ്റെ പരിപാലനത്തിലെ സവിശേഷതകൾ. കഴിഞ്ഞ ദിവസം കേട്ട ഒരു പ്രസംഗത്തിലെ ശ്രദ്ധേയമായ വരി ഇപ്രകാരമായിരുന്നു: ജീവിതത്തിൽ വ്യക്തത നഷ്ടപ്പെട്ട അവസരങ്ങളിൽ പോലും ദൈവിക പദ്ധതി തിരിച്ചറിയാനുള്ള ഏകാഗ്രത ഔസേപ്പിതാവിനുണ്ടായിരുന്നു. അതുകൊണ്ടാവാം മനുഷ്യൻ്റെ ചെറിയ ബുദ്ധിക്ക് പിടികിട്ടാത്ത ദുരിതങ്ങളാൽ വലഞ്ഞ ലോകത്തെ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധൻ്റെ ഏകാഗ്രതയുള്ള സംരക്ഷണത്തിലേക്ക് ചേർത്ത് വെച്ചത്. തമ്പുരാനോടും തമ്പുരാനേൽപ്പിച്ച പെണ്ണിനോടും വിശ്വസ്തനായ ജോസഫ് പെണ്ണായി പിറന്നവരുടെയെല്ലാം പ്രതീക്ഷയും സ്വപ്നവുമാണ്. വിശ്വാസത്തിൻ്റെ ദൃഢതയും അപരനോടുള്ള നീതിയും തീരുമാനങ്ങളിൽ വിവേകവുമുള്ള യൗസേപ്പിതാവ് നമ്മുടെ കുടുംബങ്ങൾക്കാവട്ടെ ഉത്തമമായ ഒരു പാഠപുസ്തകവുമാണ്. അപ്പനും അമ്മയ്ക്കും ദാമ്പത്യത്തിൽ കൂട്ട് ഉത്തരവാദിത്തമാണെന്ന് പറയാറുണ്ടെങ്കിലും കാലം ഒരു വീടിനെ അടയാളപ്പെടുത്തുന്നത് ആ വീടിനോട് കുടുംബനാഥൻ പുലർത്തിയ വിശ്വസ്തതയെ പ്രതിയായിരിക്കുമെന്ന് ശാസ്ത്രവും പറയുന്നു. അപ്പനെന്ന അഭിമാനത്തിൽ വളർന്ന മക്കൾ ജീവിത വിജയം നേടാനുള്ള സാധ്യത ഏറെയെന്നും അപ്പനെ പ്രതി മനസ്സിൽ ഭയമോ സങ്കടമോ അപമാനമോ സൂക്ഷിക്കുന്ന കുഞ്ഞ് സ്വന്തം ജീവിതത്തിലും സമൂഹത്തിലും പരാജയപ്പെടാനുള്ള സാധ്യത ഏറെയെന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. സാക്ഷരതയിലും സംസ്കാരത്തിലും ഉന്നതയിൽ നിൽക്കുന്ന കേരള സമൂഹം ഭയപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണിത്. കാരണം തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ ഭാഗ്യപ്പെട്ട യൗസേപ്പിതാവിനെക്കുറിച്ച് ഇത് പറയുമ്പോഴും വാർത്തകളിൽ നിറയുന്നത് കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് കുനിഞ്ഞ ശിരസോടെ നിൽക്കുന്ന ആൺമുഖങ്ങളാണ്. ജോസഫ് എന്ന പ്രതിശ്രുത വരൻ തന്നെ ഉപേക്ഷിക്കില്ല എന്ന ഉറപ്പിലാകും ശംഖുപുഷ്പം പോലൊരു കുഞ്ഞു പെണ്ണ് ഗബ്രിയേൽ ദൂതനോട് ആമേൻ പറഞ്ഞതെന്ന് എന്നിലെ പെണ്ണിനുറപ്പാണ്. അവളുടെ ഉറപ്പ് പോലെ തന്നെ സ്വർഗത്തിൻ്റെ സ്വപ്നത്തെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവിക പ്രീതിയിലും അവൻ വളർത്തിയെന്ന് സത്യവചനം. നോക്ക്, അമ്മമാരായ നമുക്കും ഒരു കടമയുണ്ട്. നമ്മുടെ ഉദരഫലങ്ങളായ ആൺമക്കളെയെല്ലാം യൗസേപ്പിതാവിനെ പോലെ കുടുംബത്തിൻ്റെ ഭാഗ്യപ്പെട്ട കാവൽക്കാരായി തന്നെ നമുക്ക് ഒരുക്കി വളർത്താം. അവരുടെ തോളിന്മേൽ വിശ്വാസമർപ്പിച്ച് ദൈവേഷ്ടത്തിന് കീഴ്പ്പെടുന്ന മറിയമാരും വന്നു ചേരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ചേർന്ന് പടുത്തുയർത്തുന്നത് തിരുക്കുടുംബങ്ങളായി മാറട്ടെ. ആമേൻ.